എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീധരിയം ചാനൽ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ആത്മനമസ്കാരം. ഇന്ന് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് നമുക്ക് പോകാം. കാരണം നമുക്കധികം ആരും ശ്രദ്ധിക്കാത്ത വിശ്വഗുരുവിന്, അതായത് ബൃഹസ്പതിയുടെ വക്രത്തിലേക്കുള്ള പോക്ക്. അത് നവംബർ 12-ാം തീയതി തുടങ്ങി 120 ദിവസത്തേക്ക് ഗുരുഭഗവാൻ വക്രത്തിലേക്ക് വരികയാണ്. അപ്പോൾ ഗുരുഭഗവാന്റെ വക്രദിശ, വക്രത്തിലുള്ള ആ വരവ് എങ്ങനെയാണ് എല്ലാ രാശികളെയും അത് ബാധിക്കും. എല്ലാ രാശികളെയും ബാധിക്കുമെന്ന് വെച്ചാൽ എങ്ങനെ ബാധിക്കുമെന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാം. അതിൽ ഇന്ന് നമുക്ക് വൃശ്ചിക രാശിയെപ്പറ്റി തന്നെ എടുക്കാം. കാരണം നമുക്കറിയാമല്ലോ, വൃശ്ചിക രാശി വളരെ വളരെ ബുദ്ധിമുട്ടി, വളരെ വളരെ കഷ്ടപ്പെട്ട്, എന്താ പറയുക, ഓരോ ദിവസവും എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാ ഭാഗവും അടഞ്ഞ് വളരെ ബുദ്ധിമുട്ടിലുള്ള ഒരു കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാശി എന്ന് തന്നെ പറയാം. കാലപുരുഷന്റെ 8-ാം ഭാഗമായിട്ടുള്ള രാശി, എല്ലാ തരത്തിലുള്ള വിഷമങ്ങളും അനുഭവിക്കേണ്ട രാശി. എന്ത് വിഷമം ഉണ്ടെങ്കിലും അത് വെളിയിൽ കാണിക്കാതെ സ്വന്തമായിട്ട് ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്ന രാശി. അപ്പം ഈ രാശിയിലെ ഇപ്പം നക്ഷത്രങ്ങളെ പറ്റി ഞാൻ പൊതുവായിട്ട് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നില്ല. ഇന്നത്തെ വീഡിയോയിൽ പൊതുവെ വൃശ്ചിക രാശിയെ നമ്മുടെ വക്രഗുരുവും അതേമാതിരി സൂര്യൻ്റെ വൃശ്ചിക രാശിയിലേക്കുള്ള വരവും അറിയാമല്ലോ. വൃശ്ചികം തുടങ്ങി അല്ലേ? അപ്പം വൃശ്ചികം തുടങ്ങി നവംബർ 17-ാം തീയതി മുതൽ വൃശ്ചികം തുടങ്ങി. അപ്പോൾ വൃശ്ചിക മാസത്തിൻ്റെ പ്രത്യേകത എന്താണെന്നും നമുക്കറിയാം. എന്തുകൊണ്ട് വൃശ്ചിക മാസം ഇത്ര പ്രത്യേകത വന്നു എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ വേറൊരു കാര്യം, ഈ വൃശ്ചികത്തിൻ്റെ പ്രത്യേകത മറ്റ് ഗ്രഹങ്ങളെ പോലെ അല്ല ഈ പ്രാവശ്യം ഉണ്ടായിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ വക്രം അത് വളരെ പ്രധാനപ്പെട്ടാണ്. പിന്നെ വേറൊരു കാര്യം ഞാൻ ഇവിടെ പറയാമെന്ന് വെച്ചാൽ, ആരെങ്കിലും നിങ്ങളെ എന്താ പറയുന്നത്, നിങ്ങളെ നിരാകരിക്കുകയോ നിങ്ങളെ വന്നിട്ട് നിരുത്സാഹപ്പെടുത്തുകയാണെങ്കിലോ ഒന്നും പറഞ്ഞ് വിഷമിക്കേണ്ട. കാരണം എന്താണെന്നറിയാമോ, സാധാരണയായിട്ട് ജനങ്ങൾക്കൊരു സ്വഭാവമുണ്ട്, വില കൂടിയ വസ്തുക്കൾ ആരും വാങ്ങിക്കാറില്ല. കഴിയുന്നതും വില കുറഞ്ഞ വസ്തുക്കളെ അവർ സെലക്ട് ചെയ്യുള്ളൂ. അത്രയും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാൽ മതി. അപ്പം അതുകൊണ്ട് തന്നെ വില കൂടിയ വസ്തുക്കളായ വൃശ്ചിക രാശിക്കാർ അവർ അതുകൊണ്ട് വിഷമിക്കേണ്ട എന്ന് പറയാണ്. കാരണം നമുക്കറിയാം അവരെത്ര വേദനകൾ അനുഭവിക്കുന്നുണ്ടല്ലേ. ശരി, പോട്ടെ, നമുക്കിനിപ്പോൾ സബ്ജക്റ്റിലേക്ക് തന്നെ പോകാം. അതായത് ഇനി നിങ്ങൾ വിഷമിക്കേണ്ട. വൃശ്ചിക രാശിക്ക് നല്ല കാലം വന്നു കഴിഞ്ഞു. ഈ 120 ദിവസം വൃശ്ചിക രാശിക്ക് വളരെ നല്ല കാലമായിരിക്കും. എന്തായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബൃഹസ്പതി അറിയാമല്ലോ, എല്ലാ നന്മകളും ജാതകത്തിൽ തരേണ്ട ഒരു ഗ്രഹമാണ് ബൃഹസ്പതി. നമ്മളുടെ പോസിറ്റീവായിട്ടുള്ള എനർജീസ് എല്ലാം വന്നിട്ട് സ്റ്റോർ ചെയ്യുന്ന ഒരു പ്ലാനറ്റാണ് ബൃഹസ്പതി. അപ്പം നമ്മുടെ രാശിയുടെ, അതായത് വൃശ്ചിക രാശിയെ പറ്റിയാണ് ഞാൻ പറയുന്നത്, വൃശ്ചിക രാശിയുടെ 9-ാം ഭാവത്തിലേക്ക് വന്നിരിക്കുകയാണ്. അത് നമുക്കറിയാം, മഹാപരിവർത്തനത്തിലൂടെ, അതായത് ഉച്ചത്തിൽ, കർക്കിടകം എന്ന് പറയുന്ന ഉച്ചമാണ് ബൃഹസ്പതിയുടെ, അതായത് ഗുരുവിൻ്റെ 9-ാം ഭാവം, അതായത് വൃശ്ചികത്തിൻ്റെ 9-ാം ഭാവത്തിലാണ് ഈ പ്രാവശ്യം ഗുരു വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഓക്കെ, കർക്കിടകത്തിൽ വന്ന ഒരു പോസിറ്റീവാണ്. അത് മാത്രമല്ല കൂട്ടരെ, ഇന്ന് നമുക്കറിയാം, ഇനിയിപ്പോൾ അത് വക്രത്തിലേക്ക് പോവുകയാണ് ഗുരു ഭഗവാൻ. ഈ വക്രം എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാമല്ലോ. വക്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രഹങ്ങൾ പുറകോട്ട് പോയി യാത്ര ചെയ്യുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. നമുക്ക് അറിയാം, ഓരോ ഗ്രഹങ്ങളും ഭൂമിയെ ചുറ്റുന്ന ഒരു പ്രത്യേക സ്പീഡ്, ഓരോ ഗ്രഹത്തിനും അതിൻ്റെ സ്പീഡുണ്ട്. ഉദാഹരണമായിട്ട് ഗുരു ഭഗവാൻ 1 വർഷമുണ്ട്, ശനി ഭഗവാൻ 2.25 വർഷമുണ്ട്, രാഹുകേതുക്കൾക്ക് 1.5 വർഷമുണ്ട്, അതുപോലെ തന്നെ ചൊവ്വ എടുത്തു കഴിഞ്ഞാൽ 45 ദിവസമുണ്ട്, ബുധൻ 22 ദിവസം, അങ്ങനെ പല ഓരോന്നിനും ഓരോ കണക്കുകളുണ്ട് അല്ലേ. ഒരു രാശിയിൽ നിന്ന് അതിൻ്റെ സ്പീഡ്, ഒരു രാശിയിൽ നിന്ന് ഒരു രാശിയിലേക്ക് പോകാനുള്ള സ്പീഡ്, ഒരു ടൈം എന്ന് പറയാം അല്ലേ. അപ്പോൾ അതിൻ്റെ സ്പീഡ് നിശ്ചയിക്കപ്പെട്ടതാണ്. പക്ഷേ ഭൂമിയിൽ നിന്ന് നോക്കുമ്പം ചില ഗ്രഹങ്ങൾ, ഭൂമിയുടെ ഈ സൂര്യനെ ചുറ്റുകയാണല്ലോ എല്ലാ ഗ്രഹങ്ങളും. അപ്പോൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചില സമയത്ത് ഈ ഗ്രഹങ്ങളുടെ സ്പീഡും ഭൂമിയുടെ സ്പീഡും തമ്മിലുള്ള ഒരു വേരിയേഷൻ കൊണ്ട് ഭൂമിയിൽ നിന്ന് നോക്കുമ്പം ഗ്രഹങ്ങൾ പുറകോട്ട് സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. തോന്നൽ മാത്രമാണ്, പക്ഷെ അത് വളരെ എഫക്റ്റ് ആകും. ഭൂമിയിലുള്ള ജീവികൾക്ക് അത് വളരെ എഫക്റ്റ് ആകുന്നുണ്ട്.
അങ്ങനെ വരുമ്പം ഗുരു എന്താകും, ആ രാശിയെ വന്നിട്ട് വളരെ ഡീപ്പായിട്ട് നോക്കും. ഡീപ്പായിട്ട് നോക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴമായിട്ട് അതിൻ്റെ ഫലങ്ങൾ തരാൻ തുടങ്ങും. ഏത് ഗ്രഹമായാലും വക്രത്തിൽ വന്നു കഴിഞ്ഞാൽ ആ രാശിയുടെ ആ കാരകത്വങ്ങൾ, ആ ഗ്രഹത്തിന് എന്തൊക്കെ ജോലി കുറഞ്ഞിട്ടുണ്ടോ അതിൻ്റെ കാരകത്വങ്ങൾ വളരെ ആഴത്തിൽ തരാൻ തുടങ്ങും. അങ്ങനെ ഒരു ആഴത്തിൽ വരുന്ന ഒരു സമയമുണ്ടല്ലോ, അതാണ് ഇപ്പം 9-ാം ഭാഗ്യവശാൽ പിന്നെ വൃശ്ചിക രാശിക്ക് 9-ാം ഭാവത്തിലേക്കാണ് ഗുരുവിൻ്റെ വരവ്. അപ്പോൾ തീർച്ചയായിട്ടും 9-ാം ഭാവം എന്ന് പറയുന്ന ഭാഗ്യസ്ഥാനത്തിന് ആഴത്തിൽ ഗുരു പിന്നെ വർക്ക് ചെയ്യാൻ തുടങ്ങും അവിടെ. അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പല ജോലികളിലും ഇപ്പോൾ വർക്ക് ചെയ്യുന്നവർക്ക് പല പ്രശ്നങ്ങളും, അതായത് ജോലി സ്ഥലങ്ങളിൽ വർക്ക് ബുദ്ധിമുട്ടുകളുണ്ടാകും. പലതരത്തിലുള്ള തടസ്സങ്ങളുള്ളവർക്ക് തീർച്ചയായിട്ടും അവരുടെ ഭാഗ്യം ഇപ്പോൾ തുണച്ച് മുന്നോട്ട് പോകാനുള്ള പല അവസരങ്ങളും നമുക്കുണ്ടാകാൻ തുടങ്ങും. അതുപോലെ തന്നെ വേറെ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരു എന്നിട്ട് അറിയാമല്ലോ, ഗുരു ഇരിക്കുന്ന സ്ഥാനത്തിനെക്കാട്ടിൽ അത് നോക്കുന്ന സ്ഥാനത്തേക്കാണ് കൂടുതൽ ശക്തി കൊടുക്കുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ 3-ാം ഭാവത്തെയും പിന്നെ 5-ാം ഭാവത്തെയൊക്കെ ഗുരു നോക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എന്തൊക്കെയാണ്, അതുമാത്രമല്ല 9-ാം ഭാവത്തിൽ നിന്ന് വക്രത്തിൽ വരുമ്പോൾ 8-ാം ഭാവത്തെയും നോക്കുന്നുണ്ട്. അപ്പം 3-ാം ഭാവത്തിൽ നോക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് വിദേശത്ത് പിന്നെ നല്ല നല്ല കാര്യങ്ങൾ, അതായത് നമ്മുടെ പരിശ്രമങ്ങളൊക്കെ വിജയിക്കും. 3-ാം ഭാവം പരിശ്രമത്തിൻ്റെയും കൂടെ സ്ഥാനമാണല്ലോ. അതുകൊണ്ട് പരിശ്രമങ്ങളൊക്കെ വിജയിക്കും. അതുപോലെ ചെറിയ ചെറിയ യാത്രകളൊക്കെ നന്നായിട്ട് പോസിറ്റീവായിട്ടുണ്ടാകും. നമുക്ക് പലതരത്തിലുള്ള അതായത് നമുക്ക് നല്ലൊരു എനർജി കിട്ടും. നമുക്കൊരു പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഉണർച്ച നമുക്കുണ്ടാകും. നമുക്ക് വഴികൾ തെളിയും. ഇതാണ് 3-ാം ഭാവത്തിൽ. അതുപോലെ 5-ാം ഭാവം എന്ന് പറഞ്ഞാൽ മനസ്സമാധാനത്തിൻ്റെ സ്ഥാനമാണ്, മനസ്സിൻ്റെ സ്ഥാനമാണ്, പുത്രസ്ഥാനവും കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും 5-ാം ഭാവത്തിലേക്ക് നോക്കുന്ന ഗുരു തീർച്ചയായിട്ടും പുത്രസമ്പത്ത് നന്നായിട്ടുണ്ടാകും. എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ആകാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സമാധാനവും ഉണ്ടാകാനുള്ള ഒരു വഴി ഗുരു ഉണ്ടാക്കിത്തരും. ഇതൊക്കെ പറയുന്നെങ്കിലും ഗുരു ഭഗവാൻ, നമ്മളിപ്പോൾ ഞാനീ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ജാതകത്തിൻ്റെ ഒരു 10 മുതൽ 15% അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം ആരൂഢത്തിലിരിക്കുന്ന ഗുരുവിൻ്റെ നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ നോക്കി വേണം നമ്മൾ തീരുമാനിക്കാൻ. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു കാര്യം നടക്കുമ്പോൾ 10% 15% കൊണ്ട് എല്ലാം ഒന്നും ശരിയാവുന്നില്ല. കാരണം 30% നമ്മുടെ ആരൂഢത്തിലിരിക്കുന്ന ജനനസമയത്തുള്ള ഗ്രഹസ്ഥിതിയും അടുത്ത 30% വന്നിട്ട് നമ്മുടെ ദശാബുദ്ധിയും, മനസ്സിലായില്ലേ, ഒക്കെയാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 10% നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പിന്നെ ഗോചര ഗ്രഹങ്ങളെ കൊണ്ട് കാര്യങ്ങൾ അറിയുന്നത്. എന്നാലും തീർച്ചയായിട്ടും 10% എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു നീറ്റ് എക്സാം തന്നെ എഴുതി അദ്ദേഹത്തിന് 1 മാർക്കിൻ്റെ വ്യത്യാസത്തിൽ ചിലപ്പോൾ നീറ്റ് എക്സാം നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ കൂട്ടുമ്പം തീർച്ചയായിട്ടും 10% വളരെ വാല്യൂ ഉണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ ഈ ഗുരുവിൻ്റെ ഈ പോസിറ്റീവായിട്ടുള്ള വരണം നമ്മുടെ പല തടസ്സങ്ങളെയും മാറ്റും. ഒത്തിരി ദോഷമൊന്നുമില്ല, ഗുരു ബലവാനാണ് ജാതകത്തിൽ നിന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ നല്ലൊരു വ്യത്യാസം ഉണ്ടാകും. അത് നമ്മൾ ഗുരു ബലവാനാണോ മറ്റ് ഗ്രഹങ്ങൾ ബലവാനാണോ എന്ന് തീർച്ചയായിട്ടും ഒരു ജ്യോതിഷാചാര്യനെ കൊണ്ട് തീർച്ചയായിട്ടും ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്ത് അതിനല്ലെങ്കിൽ അതിനെന്ത് ചെയ്താനുള്ള പരിഹാരങ്ങൾ കണ്ട് തീർച്ചയായിട്ടും അതിനെ ബലപ്പെടുത്തണം. കാർമിക് പരിഹാരങ്ങളിലൂടെ ഗ്രഹങ്ങളെ ബലപ്പെടുത്തണം. അത് അത്യാവശ്യമാണ്. വളരെ ഒത്തിരി ഇപ്പം ഞാൻ പറയാം, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമോ? ഉദാഹരണത്തിന് ചിലർ വളരെ മുഷ്ക് കാണിക്കുന്നവരുണ്ടാവും. ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പാണ്, അതിന് ഞാൻ അങ്ങോട്ടും മാറില്ല ഇങ്ങോട്ടും മാറില്ല എന്ന് ചിന്തിക്കുന്ന, മനസ്സിനെ കല്ലാക്കി വയ്ക്കുന്നവരുണ്ടാവും. ഇത് മിക്കവാറും നോക്കിയ ഈ ജാതകങ്ങളിൽ ചന്ദ്രൻ ഭയങ്കര ബലമായിരിക്കും, ഓവർ പവർ ആയിരിക്കും. അപ്പോൾ എന്താകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സ് അവരെ തന്നെ നശിപ്പിക്കും. അതാണ് രസം, അവരവരെ തന്നെ നശിപ്പിക്കും. അത് ചില ജാതകത്തിൽ വളരെ കൺഫ്യൂഷനും വെള്ളത്ത് നിൽക്കാത്ത അവസ്ഥ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചിന്തിക്കുന്ന ആരെങ്കിലും അടുത്ത സെക്കൻഡ് മാറിപ്പോവും, അടുത്ത വേറെ ഒന്ന് ചിന്തിക്കും, ഇത് ചെയ്താൽ കൊള്ളാവോ അത് ചെയ്താൽ കൊള്ളാവോ, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ചന്ദ്രൻ ബലഹീനനായിട്ടുള്ള ഒരു ജാതകമാണ്. അവിടെയും തീർച്ചയായിട്ടും ബലക്കുറവുണ്ടായാൽ ബുദ്ധിമുട്ടുകൾ തന്നെ ഉണ്ടാകണം. അപ്പോൾ എന്താ നമുക്ക് വേണ്ടത്? ഒരു ശരാശരി ഏത് ഗ്രഹവും ഓവറായിട്ട് വരരുത്, പിന്നെ വളരെ ബലഹീനനായിട്ടും വരരുത്. ഒരു സമത്തിൽ പോകണം.
അപ്പോൾ അതിനെന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജാതകത്തിലുള്ള ഗ്രഹങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കി, ബലാബലം മനസ്സിലാക്കി, അതിനെന്ത് തരത്തിലുള്ള പരിഹാരങ്ങളാണെന്ന് മനസ്സിലാക്കി, അറിയാവുന്നവരെ കൊണ്ട് അത് നോക്കി അതിനുള്ള പരിഹാരങ്ങൾ കണ്ട് അതിനെ സമപ്പെടുത്തുകയാണ് ബുദ്ധിപൂർവമായിട്ട് ചെയ്യേണ്ട കാര്യം. ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ ഒരു ദശ വന്നു, ദശ വരാൻ പോകുന്നു, നമുക്കൊരു ദശ വരുന്നു, ബുധദശയാണ് വരാൻ പോകുന്നത്. ബുധൻ വന്നിട്ട് നമുക്ക് ജാതകത്തിൽ വളരെ സ്ട്രോങ് ആണ്, വളരെ ബലവാനാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഗുണങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. നല്ല പഠിപ്പ്, അല്ലെങ്കിൽ പഠിപ്പ് കൊണ്ടുള്ള ഗുണങ്ങൾ, അല്ലെങ്കിൽ നല്ല 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 ഡോക്യുമെൻ്റ് സ്വന്തമാക്കാനുള്ള ഒരു കഴിവുകൾ, അതായത് ആ സമയത്ത് കിട്ടുമെന്നുള്ളതാണ്. ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ബുധൻ ബലഹീനനായിട്ടുള്ള ഒരു ദശയാണ് വരാൻ പോകുന്ന, ജാതകത്തിൽ ബലഹീനനാണ്, ബുധൻ്റെ ദശയാണ് വരാൻ പോകുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചുകൊള്ളുക, വിദ്യാഭ്യാസത്തിൽ തടസ്സം സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും വല്ല ഡോക്യുമെൻറ്റുകളിലൊക്കെ പോയിട്ട് ആവശ്യമില്ലാതെ പോയി, അതായത് സൈൻ ചെയ്യുന്നതൊക്കെ വളരെ സൂക്ഷിച്ച് ചെയ്യണം. വളരെ 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 ബുദ്ധിമുട്ടുകളുണ്ടാക്കും. അതുപോലെയാണ് എല്ലാ ഗ്രഹങ്ങളും. ഞാനൊരു ബുധനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഓക്കെ, നമുക്ക് വീണ്ടും ഈ സബ്ജക്റ്റിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ നമുക്കിനി അടുത്തത്, ഇപ്പോൾ ഗുരു പറയുന്നു 9ാം ഭാവത്തിലിരിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. അതേ സമയത്ത് വേറെ ഒരു കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം. വൃശ്ചിക രാശിക്കാരെ, 8ാം ഭാവത്തിലും ഗുരുവിൻ്റെ നോട്ടമുണ്ട്. അപ്പോൾ എന്താ 8ാം ഭാവത്തിൽ ഗുരുവിൻ്റെ നോട്ടം ഉണ്ടാകുമ്പോൾ നമ്മൾ വളരെ കെയർഫുള്ളായിരിക്കണം. ഫുഡിൻ്റെ കാര്യത്തിൽ വളരെ കെയർഫുള്ളായിരിക്കണം. പലതരത്തിലുള്ള ഫുഡ് പോയിസൺസ് ഉണ്ടാകാൻ പറ്റിയ സമയമാണ്. അത് സൂക്ഷിക്കുക. കാരണം 8ാം ഭാവത്തിലേക്കുള്ള ഗുരുവിൻ്റെ ദർശനം ഇതിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആഹാരം വളരെ കെയർഫുള്ളായിട്ട് കഴിക്കേണ്ട സമയമാണ്. അതുപോലെ തന്നെ ശരീരം വളരെ വെയിറ്റ് കൂടാനുമുള്ള സമയമാണ്. കാരണം ഗുരു എന്ന് പറയുന്നത് വളരെ വലിയ ഗ്രഹമാണ്. അപ്പോൾ നമ്മൾ അതുമായിട്ട് മെഡിക്കൽ അസ്ട്രോളജി പ്രകാരം നോക്കിയാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായി വെയിറ്റ് കൂടാനുള്ള ചാൻസും ഈ ഒരു പീരീഡിലുണ്ടാകും. അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അത് പരിഹാരം അതേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ ഒരു ഡിസംബർ 3-ാം തീയതി മുതൽ മാർച്ച് 11-ാം തീയതി വരെ നല്ല സമയമാണ്. ഇതിങ്ങനെയുള്ള ഇത് വന്നിട്ട് ഡിസംബർ 3-ന് ശേഷം വിദേശത്ത് പോകാനും വിദേശത്ത് പല കാര്യങ്ങളും സാധിക്കാനും വൃശ്ചിക രാശിക്ക് കഴിയും. അതുപോലെ കാരണം 9ാം ഭാവം അവിടെ ആക്ടിവേറ്റ് ആകുകയല്ലേ. അപ്പോൾ 9ാം ഭാവം എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളാണ്. അതുപോലെ വളരെ വലിയ അതായത് ഉയർ വിദ്യാഭ്യാസങ്ങളില്ല. നമ്മളൊരു 10ാം ക്ലാസ് 12ാം ക്ലാസ് കഴിഞ്ഞ ഡിഗ്രി ലെവൽ, പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലിലേക്ക് പോകുന്ന കുട്ടികൾക്കും വളരെ നല്ല സമയമാണ്. അവർക്ക് കൂടുതൽ കോൺസെൻട്രേഷനോട് പഠിത്തം നടക്കും. നല്ല നല്ല എക്സാംസ് എഴുതാൻ പറ്റും. നല്ല നല്ല ജോലിയിൽ പ്രവേശിക്കാൻ പറ്റും ഈ 120 ദിവസത്തെ പീരീഡ്. അതുകൊണ്ട് എല്ലാവരും ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുക. പിന്നെ നിങ്ങൾക്ക് വൃശ്ചിക രാശിക്ക് ഒരു ജാക്ക്പോട്ട് വരുന്നുണ്ട്. അതെന്താണെന്ന് അറിയില്ലേ? വൃശ്ചിക രാശിക്ക് തുലാം രാശിയിൽ നീചമാണല്ലോ സൂര്യൻ ആണല്ലോ, നമുക്കറിയാം. തുലാത്തിൽ സൂര്യൻ നീചത്തിലേക്ക് വരും അല്ലേ. അപ്പം ആ സൂര്യൻ്റെ ആ അവസ്ഥ മാറി, സൂര്യഭഗവാന്റെ ആ ഒരു നീചാവസ്ഥ മാറി തുലാത്തിലേക്ക് വന്നു. അപ്പം ഏത് ഗ്രഹവും അതിൻ്റെ സ്വന്തം നീച രാശിയിൽ നിന്ന് വെളിയിലേക്ക് വരും. അതായത് നീചം എന്ന് പറയുമ്പോൾ വേറൊന്നുമല്ല, അതിൻ്റെ ശക്തി നഷ്ടപ്പെടുന്ന സമയമാണ് ആ രാശി. മനസ്സിലായില്ലേ? അപ്പോൾ അതിൽ നിന്ന് വെളി വരുമ്പോഴത്തേക്ക് ആ ഗ്രഹത്തിനൊരു പുത്തുണർവ് സംഭവിക്കും, ഒരു സന്തോഷം ഉണ്ടാകും, എന്താ പറയുക, ഒരു എൻജോയ്, നല്ല ഇതുണ്ടാകും ആ സമയത്ത്. ഇപ്പോൾ വൃശ്ചിക രാശിയിലെ ലഗ്നത്തിലാണ് സൂര്യൻ വരുന്നത്. അതുകൊണ്ട് തന്നെ വൃശ്ചിക രാശിയുടെ ലഗ്നത്തിൽ സൂര്യൻ വരുമ്പം വളരെ നല്ലൊരു പോസിറ്റീവ് മൈൻഡോടെ വളരെ ശക്തിയായിട്ടൊരു ഊർജ്ജസ്വലനായിട്ടോ അല്ലെങ്കിൽ ഊർജ്ജസ്വലയായിട്ടോ മുന്നോട്ട് പോകാനുള്ള ഒരു വഴി സൂര്യൻ ഭഗവാനും തരുന്നുണ്ട്. അപ്പം നമുക്കറിയാം വളരെ വലിയ 2 ഗ്രഹങ്ങൾ നമുക്ക് വളരെ പോസിറ്റീവായിട്ട് വൃശ്ചിക രാശിക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് വൃശ്ചിക രാശി സുഹൃത്തുക്കളെ, നിങ്ങൾ ദയവ് ചെയ്ത് വിഷമിക്കേണ്ട. നിങ്ങൾക്ക് നല്ല കാലം വരുന്നുണ്ട്. നിങ്ങളത് ശരിയായിട്ട് ഉപയോഗിക്കുക മാത്രം. ശരിയായിട്ട് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജാതകത്തിലെ എന്തെങ്കിലും തരത്തിലുള്ള ഗുരുഭഗവാന്റെ ദോഷങ്ങളോ അല്ലെങ്കിൽ സൂര്യൻ്റെ ദോഷമോ, ബലത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്, ജന്മാരൂഢത്തിൽ അതുണ്ടെന്നുണ്ടെങ്കിൽ അത് എത്ര പെർസെൻറ്റേജിനാണെന്ന് മനസ്സിലാക്കി അതിനെന്താണ് തക്ക പരിഹാരം എന്ന് നോക്കി അത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന ഈ കുഴിയിൽ നിന്ന് രക്ഷപ്പെടും. അപ്പോൾ അതിന് നിങ്ങളെ സഹായിക്കാൻ ഞാൻ തയ്യാറാണ്. നിങ്ങളുടെ ജാതകങ്ങൾ ജാതകം നമുക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ ഇൻഫോം ചെയ്യുക. തീർച്ചയായിട്ടും ഞാൻ മെസ്സേജ് അയയ്ക്കുക. തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ തിരിച്ചു വിളിക്കുന്നതാണ്.
നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്ത് വേണ്ടിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പം എൻ്റെ ഈ വീഡിയോ ദയവ് ചെയ്ത് എല്ലാവരും കേൾക്കാനും, എല്ലാവരും ഷെയർ ചെയ്യാനും, എല്ലാവരും ലൈക്ക് ചെയ്യാനും, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റുള്ളവരിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്യുന്നത് വളരെ ഉപകാരമായിരിക്കും. നമസ്കാരം.